ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എന്നാൽ ഇതിന് രണ്ട് സ്പെഷ്യാലിറ്റികളുണ്ട്. ഒന്ന്, നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. രണ്ട്, ഇത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഇഡ്ഡലി തട്ടിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഇത് കുറച്ചൊരു വ്യത്യസ്തമാണ് കേട്ടോ. പിന്നെ ഇതൊരു കുക്കീസ് മോഡലാണ്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. നമുക്കൊരു കുക്കീസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണെങ്കിലും ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിനകത്തോട്ട് ആദ്യം ഞാൻ ചേർക്കാൻ പോകുന്നത് ബട്ടറാണ്. ഒരു 42 ഗ്രാമോളം ഉള്ള 1/3 കപ്പ് എന്നാണ് പറയുക. 1/3 കപ്പ് അല്ലെങ്കിൽ ഒരു 42 ഗ്രാമോളമുള്ള ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം. ഓയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സൺഫ്ലവർ ഓയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒലീവ് ഓയിലൊക്കെ ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് അതേ സെയിം അളവിൽ തന്നെ, അതായത് 42 ഗ്രാമോളമുള്ള പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ബട്ടർ ചേർക്കുമ്പോൾ ഇപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കാൻ നോക്കണം. എന്നാലാണ് നമുക്ക് ഈ ഒരു വിസ്കർ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാ ഞാൻ ഈ വിസ്കർ വെച്ചിട്ട് ഇത് രണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാണ്. ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ പ്രത്യേകത, നമുക്ക് ഇതിനകത്ത് ഒരു ബ്ലെൻഡറിൻ്റെ ഹാൻഡ് ബ്ലെൻഡറിൻ്റെയോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. ഇതിന് പകരം ഒരു സ്പൂണാണെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 3-4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റിൻ്റെ മനസ്സിൽ കാണരുത്. ഇത് നമ്മളൊരു കുക്കീസ്, ഒരു നനഞ്ഞ കുക്കീസ് എന്നൊക്കെ പറയില്ല. ചില കുക്കീസുകളുണ്ട്, 2 തരം കുക്കീസുണ്ട്. ഒന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ളതും, വേറൊരു കുക്കീസ് കുറച്ചൊരു പതുങ്ങിയൊരു കുക്കീസ്. ആ ഒരു കുക്കീസിൻ്റെ പോലെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. ഒരു ബട്ടർ കുക്കീസ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ 1 കപ്പോളമുള്ള ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ മുന്നേ ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ഇട്ടപ്പോൾ റവ ഉപയോഗിച്ചായിരുന്നു. ഇതിനകത്ത് നമ്മൾ റവയൊന്നും യൂസ് ചെയ്യുന്നില്ല. അല്ലാതെ ഒരു ബട്ടർ കുക്കീസ് പോലെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 1 കപ്പോളമുള്ള ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂണോളമുള്ള ബേക്കിംഗ് പൗഡറാണ് ഇട്ടിട്ടുള്ളത്. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡർ. അതൊന്ന് കുറച്ചൊന്നൊരു ഫ്ലഫി ആയിട്ട് വരാനും ഉള്ളിലൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി വരാനും വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് വിസ്കർ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ആ വിസ്കർ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചെറിയ കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട കേട്ടോ. ഞാനിപ്പോൾ നമുക്കൊരു ഗുഡ് ഡേ ബിസ്ക്കറ്റൊക്കെ കഴിക്കുമ്പം ഈ ബിസ്ക്കറ്റിൻ്റെ ഇടയ്ക്ക് കടിക്കാനൊക്കെ ഇങ്ങനെ കാഷ്യൂ നട്ട് കിട്ടുന്നത് നല്ലതല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും എനിക്ക് തോന്നുന്നു അത് ഇഷ്ടമായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് മാറ്റാം. ഇതിന് പകരം നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂണോളമുള്ള തേങ്ങ ചേർക്കാം. നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് ചെരുകിയ തേങ്ങയും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇനി നമുക്ക് ഇതൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കണം. അതിന് വേണ്ടി ഞാൻ നല്ലതുപോലെ തിളപ്പിച്ച് ആറ്റിയ ചൂടൊക്കെ ആറിയ പാല് 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ 2 ടേബിൾ സ്പൂൺ മുഴുവൻ ചേർക്കണമെന്നില്ല. നമുക്ക് അതിൻ്റെ ഒരു മാവിൻ്റെ ഒരു ചപ്പാത്തി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ അതനുസരിച്ച് നമുക്ക് ഈ ഒരു പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണോളമുള്ള പാല് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് കൈവച്ച് നല്ലതുപോലെ തന്നെ കുഴച്ചു കൊടുക്കാം. ഒത്തിരി അങ്ങ് ഹാർഡായിട്ട് ഇരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒരു ചപ്പാത്തിയുടെ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ വരത്തില്ലേ, ആ ഒരു പരുവം. അപ്പം ഞാനിതൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ആവശ്യത്തിനനുസരിച്ചുള്ള പാലൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഈ ഒരു പരുവത്തിനാക്കി എടുത്താൽ മതിയാവും. പിന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കണം മാവ്. ഒരിക്കലും മാവ് നമ്മൾ കുഴച്ച് ഹാർഡാക്കരുത്. ഈ ഒരു പരുവത്തിന് വേണം കിട്ടാനായിട്ട്. എങ്കിലാണ് നമ്മൾ ആ കുക്കീസ് കഴിക്കുമ്പോഴാണെങ്കിലും നല്ലൊരു സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. പിന്നെ ഇഡ്ഡലി മേക്കറിൽ നമ്മൾ ഉണ്ടാക്കുന്ന കുക്കീസ് അല്ലെങ്കിൽ ബിസ്ക്കറ്റൊക്കെ ഒത്തിരി അങ്ങ് ക്രിസ്പി ആവത്തൊന്നുമില്ല. നമ്മൾ ഓവനിൽ വെച്ച് ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ അത്രയും ക്രിസ്പി ആവത്തില്ല. അത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ആവിയിൽ വെക്കുമ്പോൾ വെള്ളം കൊണ്ടാണ് അത് ഒന്ന് വേവുന്നത്. അപ്പോൾ വേവാന്ന് പറയുമ്പോൾ അതൊരിക്കലും ക്രിസ്പിയായി വരത്തില്ല. അപ്പോൾ ഓവൻ ഇല്ലാത്തവർ, അതുപോലെ എണ്ണ ഉപയോഗിച്ച് വറുക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഉരുട്ടി ചെറിയ ബോൾസ് ആക്കി എടുക്കുകയാണ്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ എടുത്ത ബോളിന് കുറച്ച് വലിപ്പം കൂടുതലായതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെക്കുകയാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ബോൾസിൻ്റെ സൈസൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ആ ഒരു വട്ടം ഷേപ്പ് ചെയ്തിട്ട്
ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചു പോലെ ഇതൊരു കുക്കീസാണ് അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റാണ് അല്ലെങ്കിൽ ഒരു ഗുഡ് ഡേ ബിസ്ക്കറ്റിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് 2 തരത്തിൽ ഇതിൻ്റെ പുറത്ത് നമുക്കിങ്ങനെ വരകൾ പോലെയൊക്കെ വരുത്താം. അതിനൊന്ന് ഈർക്കിൽ വെച്ചിട്ട് ഞാനിവിടെ അങ്ങനത്തെ ഒരു സ്റ്റിക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർക്ക് വെച്ചിട്ടാണെങ്കിൽ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്, ഒരു കുഞ്ഞ റൗണ്ട്. ഇതുപോലത്തെ ഇതൊരു സ്ക്യൂവറാണ്, നമ്മൾ ഗ്രില്ല് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്ക്യൂവറാണ്. ഇതിന് വരും ഈർക്കിലി ആണെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ 3 അരകൾ ഇട്ട് കൊടുക്കുകയാണ്. അത് നീളത്തിലും വീതിയിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ബിസ്ക്കറ്റ്സും ഒന്ന് എടുത്തിട്ട് വരാം. അപ്പോൾ ഈ ബിസ്ക്കറ്റ്സ് ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്കതൊന്ന് ഉരുട്ടിയെടുക്കുന്നതിന് മുന്നേ ഞാൻ ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിൽ ചെറുതായിട്ട് ബട്ടറോ എണ്ണയോ നമുക്കൊന്ന് അല്ലെങ്കിൽ നെയ്യോ ഒന്ന് പതുക്കെ ഒന്ന് തൂവി കൊടുക്കാം, പെട്ടെന്നൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് എല്ലാ ഇഡ്ഡലി തട്ടിലും ഒന്ന് നെയ്യൊക്കെ പുരട്ടി ഇതിൻ്റെ മേലെയാണ് ഓരോ ബിസ്ക്കറ്റുകൾ ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. നമുക്ക് ഓരോ ബിസ്ക്കറ്റുകൾ മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിതുപോലെ എല്ലായിടത്തും ഒന്ന് വെച്ചിട്ട് വരാം. അപ്പോൾ ബിസ്ക്കറ്റ്സ് ഒക്കെ 2 ഇഡ്ഡലി തട്ടിലും ഞാൻ ഇതുപോലെ ബിസ്ക്കറ്റുകളുടെ ആ ഒരു പരുവത്തിനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഡ്ഡലി തട്ട് ചൂടായി കഴിയും. ഇഡ്ഡലി തട്ടിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇഡ്ഡലിയൊക്കെ വെക്കുന്നത് പോലെ തന്നെ നമ്മളിതൊന്ന് വെച്ച് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്കൊരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15-20 മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. നമ്മുടെ ബിസ്ക്കറ്റ്സിൻ്റെ നിറമൊക്കെ പതുക്കെ മാറി വന്നിട്ടുണ്ട്. അത് കാണാനൊക്കെ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് എടുത്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി, ചെറുതായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. നമ്മളൊരു ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു പെർഫെക്ഷൻ വരില്ല, എങ്കിലും ഇതിൻ്റെ കളറൊക്കെ ചെറുതായി മാറി. ഇതിൻ്റെ ബാക്കിൽ ഞാൻ തിരിച്ച് കാണിച്ചു തരാം. അത് ആ ബാക്കിലും ആണെങ്കിലും ചെറുതായിട്ടൊരു നിറക്കം മാറി ഒരു ഗോൾഡിഷ് അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് കളറൊക്കെ ആയിട്ടുണ്ട്. നമുക്കിത് എന്തായാലും ഇതൊന്ന് ചൂടാറാൻ വെക്കാം, എന്നിട്ട് നോക്കാം. അപ്പോൾ ഈ ഇഡ്ഡലി കുക്കറിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത്രയേ മാക്സിമം നമുക്ക് കിട്ടത്തുള്ളൂ. ഈ വെള്ളത്തിൽ നമ്മൾ പുഴുങ്ങുന്നത് കൊണ്ട് ഇതൊരു പുഴുങ്ങുന്ന ഒരു പ്രൊസീജിയർ അല്ല ഇതിനകത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്പിനെസ് ഉണ്ടാവുന്ന ഓർത്ത് നിങ്ങൾ ഉണ്ടാക്കരുത്. ഇച്ചിരി ക്രിസ്പിനെസ് മാത്രമേ കാണത്തുള്ളൂ. ബാക്കി വളരെ സോഫ്റ്റായി വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റായിരിക്കും ഉണ്ടാവുക. പിന്നെ നമുക്ക് ഇതൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഞാനിത് ഇഡ്ഡലി എടുക്കുന്നത് പോലെ തന്നെ ചൂടാറിയതിന് ശേഷം നമ്മളൊന്ന് എടുക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ വിട്ടു പോന്നിട്ടുണ്ട്, കാരണം നമ്മൾ ബട്ടറൊക്കെ ഒന്ന് തൂത്ത് കൊടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിട്ടു പോന്നിട്ടുണ്ട്. പിന്നെ ഇത് സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് 1 മാസം വരെ നല്ല ചില്ലും കുപ്പിയിൽ ഇട്ട് വെച്ച് അത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ 2 തരത്തിലാണ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. സത്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടം, അത് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. മുറിച്ച് കാണിക്കുമ്പോൾ നോക്കിക്കേ, ക്രിസ്പിനെസ് ഉണ്ടെന്ന് ഞാൻ പറയില്ല, ക്രിസ്പിനെസ് ഇല്ല, പക്ഷേ നല്ല ടേസ്റ്റാണ്. നല്ലൊരു കേക്കൊക്കെ കഴിക്കുന്ന ആ ഒരു സ്പഞ്ചിനെസ് ഒക്കെ ഉണ്ട് അതിനകത്ത്. പിന്നെ അതുമല്ല വളരെ സോഫ്റ്റാണ്, ഫ്ലഫിയാണ്, അങ്ങനത്തെ കുറേ നല്ല കാര്യങ്ങളുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മൾ ആട്ടയാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്യാതെയാണ്. പിന്നെ നമ്മുടെ കൺമുന്നിലാണ് നമ്മൾ ഉണ്ടാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്കൊക്കെ കഴിക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.